ആപ്കി അദാലത്തിൽ ക്രിക്കറ്റ് സ്റ്റാർ വിരാട് കോഹ്ലിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ലൂസേഴ്സ് ട്രാക്ക് ഉള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. വിരാട്, ഈ കാര്യം എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. അതായത് മുകേഷ് അംബാനി സച്ചിൻ തെണ്ടുൽക്കറിന്റെ 100ാമത്തെ സെഞ്ചുറിക്ക് വേണ്ടി ഒരു വിരുന്ന് വെച്ചിരുന്നു. അപ്പോ സച്ചിന്റെ അടുത്ത് സൽമാൻ ഖാൻ ചോദിച്ചു, താങ്കളുടെ ഈ റെക്കോർഡ്സ് എല്ലാം മറ്റാർക്ക് ബീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന്. അപ്പൊ സച്ചിൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വിരാട് കോഹ്ലിയാണ് ആ പ്ലെയർ എന്ന്. സത്യത്തിൽ ആ റെക്കോർഡ്സ് ഒക്കെ ബ്രേക്ക് ചെയ്യുമെന്നുള്ള വിശ്വാസം താങ്കൾക്കുണ്ടോ? അത് എന്താണെന്ന് വെച്ചാൽ ഈ മിഷൻ ഇമ്പോസിബിൾ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒന്നാണ്. അതായത് ഈ 100 സെഞ്ചുറിയൊക്കെ ഇതുവരെയും ആരും ചെയ്യാത്ത ഒന്നാണ്. അതുമാത്രമല്ല, ഇതൊരു വലിയ കാര്യമാണ്. ഞാനിതിനെക്കുറിച്ചൊന്നും ആലോചിക്കാറില്ല. അതായത് ഇത് കാരണം പ്രഷർ കൂടുകയേ ചെയ്യുള്ളൂ. എന്നെക്കൊണ്ട് കഴിയാവുന്നതും പെർഫോം ചെയ്യും. പിന്നെ മാച്ച് കഴിഞ്ഞിട്ട് എത്ര പേരിനും അത്ര വന്നോട്ടെ. ഒരു പക്ഷേ താങ്കൾ ഒന്നിനെക്കുറിച്ചോ ആലോചിക്കാത്തത് കൊണ്ട് തെറ്റായ വഴിയിലൂടെ പോകാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല സർ, തീർച്ചയായിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ശരിക്കുള്ള വഴിയിലൂടെയാണ് പോകുന്നത്. താങ്കളെ വൈസ് ക്യാപ്റ്റൻ ആക്കിയ സമയത്ത് ഒരു ഫംഗ്ഷനിൽ വെച്ച് കപിൽ ദേവ് ഇങ്ങനെ പറഞ്ഞു, ഈ മനോഹരമായ ലോകത്ത് താങ്കൾ വഴിമാറി പോകാനുള്ള പല വിഷയങ്ങളും ഉണ്ടെന്ന്. സർ, ഇത് ലൈഫിൽ എല്ലാ ഫേസിലും നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെ ചുറ്റിലും ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകും. പക്ഷേ എനിക്കറിയാം ഞാൻ റൈറ്റ് ട്രാക്കിലാണ് പോകുന്നത് എന്ന്. എന്നെ ആർക്കും ഒരിക്കലും ഡിസ്ട്രാക്ട് ചെയ്യാൻ കഴിയില്ല. IPL കളിക്കുന്ന സമയത്ത് കുറച്ചുനാൾ വഴി മാറിയെന്നാണ് കേട്ടത്. ഇല്ല സർ, IPL നമ്മുടെ ഡിസിഷൻ അല്ലേ, തെറ്റായി പോകാൻ ഒട്ടും ചാൻസ് ഇല്ല. എൻ്റെ ഫോക്കസ് ക്രിക്കറ്റിലായിരിക്കും. അതല്ലാതെ IPL ഒരു റിലാക്സ്ഡ് ആയ എൻവറോൺമെൻറ്റ് ഉണ്ടാവും. എല്ലാ കൺട്രീസിൽ നിന്നും പ്ലേയേഴ്സ് വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് അവിടെ അത്രയും വലിയ സീരിയസ് ആയ എൻവറോൺമെൻറ്റ് ഉണ്ടാവില്ല. പക്ഷേ IPL കാരണം ക്രിക്കറ്റേഴ്സിന് എന്തെങ്കിലും ബാധിപ്പുണ്ടോ? ധാരാളം കളിക്കേണ്ടി വരും, പിന്നെ വളരെയധികം ഫോക്കസ്ഡ് ആയിരിക്കണം. സർ, നമ്മൾ ഒരു കൊല്ലം എത്ര കളിച്ചു എന്ന് അതൊക്കെ ഇൻഡിവിജ്വൽ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരുപക്ഷെ നമ്മൾ IPL വളരെ വാലണ്ടിയർ ആയി കഴിഞ്ഞാൽ അതൊക്കെ ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻഡിവിജ്വൽ ആണ്. ഞാനിപ്പോൾ 23 വയസ്സിൽ ക്ഷീണിച്ചു പോയെന്ന് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് റെസ്റ്റ് വേണമെന്നും പറയാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ എത്ര പെർഫോം ചെയ്യണോ അത്രയും പെർഫോം ചെയ്തു. ആസ് എ ഇൻഡിവിജ്വൽ എന്നെ കൊണ്ടത് പറയാൻ കഴിയും. ഇത് കാരണം എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. താങ്കളെ വൈസ് ക്യാപ്റ്റൻ ആക്കിയതുകൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇത് പറഞ്ഞപ്പോൾ ഞാൻ വളരെ മനസ്സുകൊണ്ട് ഹാപ്പിയായി. ഇതെൻ്റെ ലൈഫിൽ പ്ലസൻറ്റ് സർപ്രൈസ് ആയിരുന്നു. വൈസ് ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ എനിക്ക് ഒരുപാട് പഠിക്കാൻ കഴിഞ്ഞു. പിന്നെ ആസ് എ യങ്സ്റ്റർ നമ്മൾ ഇങ്ങനെയൊക്കെ ആലോചിക്കൂ, നമ്മുടെ സ്ഥാനം സ്റ്റാൻഡേർഡ് ആയിരിക്കണം, റെഗുലറായി കളിക്കണം, നമ്മളാ സ്ഥാനം വിട്ട് ഇറങ്ങാൻ പാടില്ല. എനിക്ക് അതുപോലത്തെ ഒരു നല്ല ഡെസിഗ്നേഷനാണ് തന്നിരുന്നത്. അത് കാരണം ഞാൻ വളരെ ഹാപ്പിയായി. വൈസ് ക്യാപ്റ്റന്റെ റോൾ എന്താണ്? സർ, വൈസ് ക്യാപ്റ്റൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഫീൽഡിൽ ക്യാപ്റ്റൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പഠിക്കാൻ പറ്റും. സ്ട്രാറ്റജീസ്, സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്, പ്രസന്റ് സിറ്റുവേഷനിൽ മൈൻഡ് സെറ്റ് എങ്ങനെയുണ്ടാവും, അതെല്ലാം പഠിക്കാൻ പറ്റും. പക്ഷേ ആസ് എ ഹോൾ ടീമിൻ്റെ ഇൻപുട്ട് ഉണ്ടാവുമല്ലോ, അത് എല്ലാ പ്ലേയേഴ്സിൻ്റെ അടുത്തുനിന്നും ഉണ്ടാവണം. ഫുൾ എഫേർട്ട് വേണം. ഈ എഫേർട്ട് ക്യാപ്റ്റൻ, വൈസ് ക്യാപ്റ്റൻ മാത്രം ചെയ്താൽ പോരാ. ക്യാപ്റ്റൻ ഒഴികെ ബാക്കിയുള്ള 10 പേരിനും ഇൻപുട്ട് വളരെ അത്യാവശ്യമാണ്. പിന്നെ താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അതായത് ധോണിക്ക് നല്ല ഇൻപുട്ട് കൊടുത്ത് പിന്നെ ആ പ്ലേസ് റീപ്ലേസ് ചെയ്യണമെന്ന്? ഇല്ല സാർ, ഞാനങ്ങനെ ഒരിക്കലും വിചാരിക്കില്ല. കാരണം അദ്ദേഹം ക്യാപ്റ്റൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ അഭിപ്രായം അദ്ദേഹം കണ്ടിന്യൂ ചെയ്യണമെന്ന്. അദ്ദേഹം താങ്കൾക്ക് ധാരാളം ചാൻസസ് കൊടുക്കുന്നുണ്ടോ? എന്തെങ്കിലും ഫേവറൊക്കെ ചെയ്യാറുണ്ടോ? സർ, അദ്ദേഹത്തിന് നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ടീമിൽ ഏതൊരു യങ് പ്ലേയേഴ്സ് വന്നാലും അവർക്ക് ഫുൾ ചാൻസ് നൽകും. പിന്നെ നമ്മളൊരു പക്ഷേ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞാൽ അതേ പൊസിഷനിൽ കളിക്കാൻ നമുക്ക് അദ്ദേഹം ചാൻസ് നൽകും. നമുക്ക് എല്ലാ മാച്ചിലും കളിക്കാൻ കഴിയും. സോ ഞാൻ അദ്ദേഹത്തിനോട് കടമപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് ഒരു തവണ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് അദ്ദേഹം കോച്ചിങ് തരുമ്പോൾ അദ്ദേഹത്തിന് എന്നോട് കോൺഫിഡൻസ് വളരെയധികം കൂടുതലാണ്. പിന്നെ എനിക്ക് ഒരുപാട് ചാൻസും തന്നു. അതുകൊണ്ട് എനിക്ക് കൂടുതൽ കോൺഫിഡൻറ്റ് കിട്ടി. എൻ്റെ ടീമേറ്റ് എനിക്ക് സപ്പോർട്ട് ചെയ്തു, എൻ്റെ കോച്ചും എനിക്ക് സപ്പോർട്ട് ചെയ്തു. ജനങ്ങൾ താങ്കളെ സച്ചിൻ ടെണ്ടുൽക്കറിനോട് കമ്പയർ ചെയ്തപ്പോൾ എന്താണ് തോന്നിയത്? ഐ ഫീൽ റിയലി ബ്ലെസ്ഡ് ദാറ്റ് പീപ്പിൾ എന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഐഡലിൻ്റെ കൂടെ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ നിങ്ങൾ തമ്മിൽ സാമ്യം ഉള്ളതുകൊണ്ടല്ലേ കമ്പയർ ചെയ്തത്? പക്ഷേ അങ്ങനെ പറയാൻ പറ്റില്ല. മെയിൻ തിങ് ഈസ് പെർഫോമൻസ്. അതായത് നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടേയിരുന്നാൽ ജനങ്ങൾ കമ്പാരിസൺസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ആലോചിക്കാറേയില്ല. ഐ മീൻ ഐ ലിറ്ററലി വർഷിപ്പ് ഹിം. സോ ഐ ഡോണ്ട് സീ ടു മച്ച് ടു ദിസ് കമ്പാരിസൺസ്. ഐ ജസ്റ്റ് തിങ്ക് അബൌട്ട് പെർഫോമൻസസ്. സച്ചിനെ പോലെയുള്ള ഒരു വലിയ പ്ലെയറിനോടൊപ്പം താങ്കൾ ഗ്രൗണ്ടിലുള്ള സമയത്ത്
താങ്കൾക്ക് എപ്പോഴെങ്കിലും പേടി തോന്നിയിട്ടുണ്ടോ, അതായത് ഒരു സൂപ്പർ സ്റ്റാറിനോടൊപ്പം ഗ്രൗണ്ടിൽ നിൽക്കുകയാണെന്നുള്ള? തുടക്കത്തിലൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരു 7-8 വയസ്സ് മുതൽ ഞാൻ അദ്ദേഹത്തെ ടി വിയിൽ കളിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുവാണ്. അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കളിച്ച് ഒരുപാട് മാച്ചസ് ജയിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം എനിക്കൊരു വലിയ മോട്ടിവേഷനാണ്. താങ്കൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. അതെ, അതും ശരിയാണ്. പിന്നെ അദ്ദേഹം കളിക്കുന്നത് കാണുമ്പോൾ നല്ല ഒരു മോട്ടിവേഷൻ കിട്ടും. അതായത് അദ്ദേഹം ഫസ്റ്റ് ടൈം കളിക്കുന്നത് കാണുമ്പോൾ, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഫസ്റ്റ് ടൈം കളിക്കുമ്പോൾ ഞാൻ വളരെ നെർവസ് ആയിരുന്നു. അതോടൊപ്പം ദിവസേന അദ്ദേഹത്തെ കാണുമ്പോൾ, അദ്ദേഹത്തിനോട് മാച്ച് കളിക്കുമ്പോൾ എനിക്കതൊരു വലിയ സ്വപ്നം പോലെയായിരുന്നു. ചെറുപ്പം തൊട്ടേ അദ്ദേഹം കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കളിക്കാൻ എനിക്കൊരു നല്ല ചാൻസും കിട്ടിയിട്ടുണ്ട്. ഞാൻ വളരെ ലക്കിയായി ഫീൽ ചെയ്യുന്നു. അദ്ദേഹം താങ്കൾക്ക് എന്തെങ്കിലും അഡ്വൈസ് ഒക്കെ തരാറുണ്ടോ? തീർച്ചയായും. നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് നമ്മൾ എന്തിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്താലും അദ്ദേഹം ഒരിക്കലും അവോയ്ഡ് ചെയ്യാറില്ല. അദ്ദേഹം വളരെ ഹംബിൾ പേഴ്സണാണ്. പിന്നെ എപ്പോഴും സഹായിക്കാൻ റെഡിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാനൊരു ഇന്റർവ്യൂ വായിച്ചിരുന്നു. അതിൽ താങ്കൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യുവരാജ് സിംഗ് താങ്കൾക്ക് വളരെ ക്ലോസ് ആണെന്ന്, എന്റെ സുഹൃത്തുക്കളിൽ ഒരാളാണെന്ന്. അദ്ദേഹത്തിന്റെ അടുത്തു നിന്നും താങ്കൾ എന്താണ് പഠിച്ചത്? ഇല്ല, അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല. ഒരു മനുഷ്യൻ്റെ നേച്ചർ ഉണ്ടാവുമല്ലോ. അദ്ദേഹം യുണോ വളരെ ഹാപ്പിയായ മനുഷ്യൻ എന്ന് വേണം പറയാൻ. അദ്ദേഹത്തിൻ്റെ വളരെ ജോളിയായ നേച്ചറാണ്. എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം കൂടുതൽ ആലോചിക്കാറില്ല. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് പേര് മിസ്ലീഡ് ചെയ്തിട്ടുണ്ട്. കുറേ പേർക്ക് അറിയില്ല. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹം ഒരു ചേട്ടനെ പോലെയാണ്. അതുമാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അദ്ദേഹം ക്രിക്കറ്റിൽ ഒരു വലിയ അഡ്വൈസറാണ്. അദ്ദേഹം ചെയ്ത മിസ്റ്റേക്സ്, അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടന്നത് നിങ്ങൾ യങ്സ്റ്റേഴ്സ് എപ്പോഴും ചെയ്യാൻ പാടില്ല എന്ന് പറയും. ഞങ്ങൾക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. വളരെ ഇപ്പൊ അദ്ദേഹം ടീമിൽ തിരിച്ചു വന്നതിന് ശേഷം പലരും എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇത് സെലക്ടേഴ്സിന്റെ ഇമോഷണൽ ഡിസിഷൻ ആണെന്ന്. ഇല്ല സാർ, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഇന്ത്യക്ക് വേണ്ടി ഒരു പ്ലെയർ 13 കൊല്ലം കളിച്ചതിന് ശേഷം ഇതുപോലത്തെ ഇൻസിഡൻസ് നടക്കുവാണെങ്കിൽ അദ്ദേഹം ഞാൻ കോൺഫിഡൻ്റ് ആണ്, ഫിറ്റാണെന്ന് പറയുമ്പോൾ അദ്ദേഹം കളിക്കാൻ ചാൻസ് നൽകണം. അതാണ് ന്യായം. പിന്നെ അദ്ദേഹം ഞങ്ങൾക്ക് T20 വേൾഡ് കപ്പിലും അദ്ദേഹം നല്ലോണം കളിക്കുകയും ചെയ്തു. ഞങ്ങൾ വിജയിക്കുകയും ചെയ്തു. 2011 അദ്ദേഹം മാൻ ഓഫ് ദ ടൂർണമെന്റ്, ഞങ്ങൾ വേൾഡ് കപ്പ് ജയിക്കുകയും ചെയ്തു. സോ ഐ തിങ്ക് ഇത് അദ്ദേഹത്തിന് പെർഫെക്റ്റ് കംബാക്ക് ആണ്. ഞങ്ങളതെല്ലാവരും ഓർത്ത് സന്തോഷിക്കുകയും ചെയ്തു. സൗരവ് ഗാംഗുലിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ടു ഏർലി ആണ്, അദ്ദേഹത്തിന് കുറച്ചുകൂടി പ്രിപ്പറേഷനുള്ള സമയം കൊടുത്തിരിക്കണമെന്ന്. സർ, അതായത് നിങ്ങൾ കംബാക്ക് കൊടുക്കുമ്പോൾ ഫസ്റ്റ് മാച്ച് കളിക്കുന്നത് നെർവസ് ആയ ഒരു കാര്യമാണ്. അത് എപ്പോഴായാലും ശരി. പിന്നെ ഒരു ബെറ്ററായ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വേൾഡ് കപ്പിലുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഫസ്റ്റ് മാച്ചിൽ തുടങ്ങിയെന്ന് പറയുമ്പോൾ, കാരണം അത് ഞങ്ങൾക്ക് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടൂർണമെൻ്റ് ആയിരുന്നു. സർ, ഞാൻ നിങ്ങളോട് എന്ത് ചോദ്യം ചോദിക്കാനാണ്? ബേസിക്കലി നിങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും നല്ല മറുപടികൾ തരുന്നുണ്ട്. ഇഫ് ഐ വാസ് എ ഗേൾ, ഞാനൊരു പെണ്ണായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ പ്രപ്പോസ് ചെയ്തിരുന്നേനെ സർ. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് വന്നിരിക്കുന്നത് സർ. ലവ് യു സർ. ഹലോ സർ, ആസ് എ ക്രിക്കറ്റർ, ഇന്ത്യൻ ക്രിക്കറ്റർ, താങ്കൾക്ക് ചാലഞ്ചിങ് ആയിട്ടുള്ള ടീം ഏതാണ്? ടീം എന്ന് പറയുവാണെങ്കിൽ ഓസ്ട്രേലിയ ഞങ്ങൾക്ക് ചാലഞ്ചിങ് ആയ ഒരു ടീമായിരുന്നു. ഞാൻ കഴിഞ്ഞ സീരീസ് കളിച്ചു. ചാലഞ്ചിങ് ആയ ഒരു ടീമാണ്, വളരെ നല്ലൊരു ടീമുമാണ്. പിന്നെ ആ ടീമിൻ്റെ അഗെയിൻസ്റ്റായി ഞങ്ങൾ നല്ലോണം കളിക്കണമെങ്കിൽ ഞങ്ങൾക്ക് കോൺഫിഡൻസ് വളരെ അത്യാവശ്യമായ ഒന്നാണ്. വെസ്റ്റ് ഇൻഡീസിനൊപ്പം കളിക്കുമ്പോൾ താങ്കൾക്ക് എന്ത് പറ്റി? താങ്കളുടെ പെർഫോമൻസ് എപ്പോഴും ഉള്ളതിനേക്കാൾ വളരെ കുറവായിരുന്നല്ലോ അന്ന്. അതെ, ടെസ്റ്റ് മാച്ചിൻ്റെ സ്റ്റാർട്ട് അത്രയ്ക്ക് ശരിയല്ല. പക്ഷേ ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. നമ്മൾ ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ സ്വപ്നം ഇതായിരുന്നു, ഞാൻ ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് ടെസ്റ്റ് മാച്ച് കളിക്കണമെന്ന്. എനിക്ക് സ്റ്റാർട്ടിങ് അത്രയ്ക്ക് ശരിയല്ലായിരുന്നു. ഞാൻ കൂടുതൽ നെർവസായി. ഞാൻ അപ്പോഴൊക്കെ ആലോചിച്ചത് ടെസ്റ്റ് ക്രിക്കറ്റ് വളരെ ഡിഫറൻ്റ് ആയ ഒരു ഫോർമാറ്റ് ആണെന്ന്. ഞാൻ തന്നെ എന്നെ കൺഫ്യൂസ് ചെയ്തു. അതുമാത്രമല്ല, എൻ്റെ മൈൻഡ് സെറ്റ് അത്രയ്ക്ക് നന്നായിരുന്നില്ല. അപ്പോൾ ഞാൻ സീനിയർ പ്ലേയേഴ്സിനോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യം, നീ എത്ര നാച്ചുറലായി കളിക്കുന്നുവോ അതേപോലെ കളിക്കാൻ പറഞ്ഞു. ഒരു ചെറിയ മൈനർ ചേഞ്ചസ് മാത്രം മതിയെന്നാണ് പറഞ്ഞത്. ഞാൻ കുറേ കാര്യം പഠിച്ചു. ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ മാറ്റി കളിക്കാൻ തുടങ്ങി. പിന്നീട് ഞാൻ നല്ലോണം പെർഫോം ചെയ്തു. ഇപ്പോൾ താങ്കൾ വേൾഡ് കപ്പ് ഒക്കെ കളിക്കാൻ പോകുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലെ കളിക്കാർ താങ്കളുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. വിരാട് കോഹ്ലിയെ എങ്ങനെ ഔട്ടാക്കണം എന്നുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുകയാണെന്ന്. സാർ, ഇത് ഐ തിങ്ക് ഇതൊരു, താങ്കളൊരു ഇൻ്റർനാഷണൽ ബാറ്റ്സ്മാൻ ആണെങ്കിൽ ഒരുപക്ഷെ ഇതുപോലെ ടീംസൊക്കെ പ്ലാൻ ചെയ്യുവാണെന്ന് താങ്കൾ അറിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫീൽ ഉണ്ടാവും. നമ്മൾ നല്ലോണം പെർഫോം ചെയ്യുന്നു എന്നാണ് അതിനർത്ഥം. അതൊരു ചാലഞ്ചും കൂടിയാണ്. അവർ നമ്മളെ അനലൈസ് ചെയ്യുവാണെങ്കിൽ, നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗെയിമിൽ 2-3 സ്റ്റെപ്സൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും.
സോ ഈ ടാലൻ്റാണ് ഇന്റർനാഷണൽ ടീമിൽ വേണ്ട അത്യാവശ്യമായ കാര്യങ്ങൾ. ഇതുകൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും പേടിയുണ്ടോ? അതായത് അവർ താങ്കളുടെ സ്റ്റൈൽ കണ്ടുപിടിച്ച് താങ്കളെ അനലൈസ് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് താങ്കളെ ഔട്ടാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ ചെയ്യില്ലേ? അതെ സർ, ചിലപ്പോഴൊക്കെ മനസ്സിൽ തോന്നാറുണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ ആ മാച്ച് ശരിക്കും നടന്നില്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആലോചിക്കൂ. അവരുടെ പ്ലാനിനെ കുറിച്ച് ആലോചിക്കുന്നതിൽ യാതൊരു ഉപകാരവും ഇല്ല നമ്മൾ പ്ലാൻ ചെയ്ത് കളിക്കണമെന്ന്. കാരണം നമുക്കും അവരുടെ വീഡിയോസ് കാണാൻ കഴിയും. സോ ഇന്റർനാഷണൽ ക്രിക്കറ്റിനെ വളരെ എക്സൈറ്റിംഗ് ആയി മാറ്റാൻ അതൊരു വലിയ കാരണമായിരുന്നു. താങ്കളും ബൗളേഴ്സിന്റെ വീഡിയോ കാണാറുണ്ടോ? ഏത് ബോൾ എങ്ങനെ അടിക്കണമെന്ന്? അതെ, ഞാനും അവരുടെ വീഡിയോസ് കാണും. ഏതെങ്കിലും ഒരു ബൗളർ വളരെ ഡിഫിക്കൽട്ട് ആണെങ്കിൽ നമ്മൾ റെഗുലറായി അവരുടെ ബൗളിങ്ങിന് ഔട്ടാകുവാണെങ്കിൽ നമ്മൾ അവരുടെ വീഡിയോസ് കാണും. പിന്നെ നമ്മൾ അവർക്കെതിരെ കളിക്കാൻ പോകുമ്പോൾ അവരുടെ വീഡിയോസ് കാണും, ഏതാണ് സ്ട്രെങ്ത് ഏതാണ് വീക്ക്നസ് എന്നൊക്കെ. വിരാട്, ഇവിടെ ഇത്രയും ആൾക്കാർ ഇരിപ്പുണ്ട്, കോടിക്കണക്കിന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു സത്യം ചെയ്യാൻ സാധിക്കുമോ? ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ ശ്രീലങ്കയോടൊപ്പം പാകിസ്ഥാനോടൊപ്പം എങ്ങനെയാണോ കളിച്ചത് അതുപോലെ കളിക്കാൻ സാധിക്കുമെന്ന് താങ്കൾക്ക് പറയാൻ സാധിക്കുമോ? സർ, സത്യമൊന്നും പറയില്ല. പക്ഷേ എൻ്റെ ഭാഗത്ത് ഞാൻ കളിക്കാൻ കൂടുതൽ ഞാൻ ശ്രമിക്കും.